ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. The title of this particular musings, ജൽപ്പനങ്ങൾ, a strategy for critical thinking. The strategy for critical thinking എന്ന് പറയുമ്പോൾ critical thinking എന്നുള്ള ഒരു ടേമിന് ഒരു particular meaning ഉണ്ട്, mostly in the corporate and western philosophical circles, western social circles. അതിനെ ഒരു critical thinking means think and reason in a sound manner using informal logic. Logic can be divided into formal or symbolic logic. And informal logic, language, etc. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ മീനിങ് അതാണെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ, ഇത് വേദാന്തയുടെ സ്റ്റഡീസിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. അപ്പോ ഇതൊരു ഒറിജിനൽ ഡിസ്കവറി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പല സ്ഥലത്ത് നിന്ന് എൻസാമ്പിൾ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എ സ്ട്രാറ്റജി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് സ്ട്രാറ്റജി ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊരു എ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആധുനിക മനുഷ്യൻ ഈസ് ആക്ച്വലി modern men and women are obsessed with scientific knowledge. So whenever we say that scientific knowledge എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് നോളജ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് വസ്തുനിഷ്ഠജ്ഞാനം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വസ്തുനിഷ്ഠ ജ്ഞാനം. അത് എന്താ പറയാ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ, അതായത് എക്സ്പെരിമെന്റേഷൻ and observation lode, and it should be repeatable. Potentially falsifiable ആയിരിക്കണം. അപ്പോ എന്താ പറയാ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ റിപ്പീറ്റബിൾ ആയിട്ടുള്ള, പൊട്ടൻഷ്യലി ഫാൾസിഫയബിൾ ആയിട്ടുള്ള വസ്തുനിഷ്ഠ ജ്ഞാനത്തെയാണ് സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സയന്റിഫിക് നോളജിന്റെ ട്രേറ്റ്സ് ഇതെല്ലാമാണ്. അപ്പോ ഇപ്പോ ഒരു പ്രശ്നം ഇതിനെ പറ്റിയേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ പർട്ടിക്കുലർ വ്യൂവിനെ, അതായത് ഇപ്പൊ വസ്തുനിഷ്ഠ ജ്ഞാനമുണ്ട്, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ, റിപ്പീറ്റബിൾ ആണ്, പൊട്ടൻഷ്യലി ഫാൾസിഫയബിൾ ആണ് എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു എന്താ പറയാ, മെറ്റീരിയലിസ്റ്റിക് കൺസംഷൻ ഓഫ് ദി വേൾഡ് എന്നാണ് അതിനെ വിളിക്കുക. അതായത് എന്താ പറയാ, മാറ്റർ ഈസ് ദ പ്രൈമറി റിയാലിറ്റി എന്നാണ് അവര് പറയുന്നത്. അപ്പോ അഹം ദ്രവ്യാസ്മി എന്ന് പറയാം. പിന്നെ എന്താ പറയാ, അനലിറ്റിക്കൽ റിഡക്ഷനിസ്റ്റിക് മെത്തേഡാണ്. മെത്തേഡ് ഈസ് ഇൻ വോഗ്. അതായത് പ്രചാരത്തിലിരിക്കുന്ന മെത്തേഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് അനലിറ്റിക്കൽ, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അപഗ്രഥനം, അല്ലെങ്കിൽ ബ്രേക്കിംഗ് തിങ്സ് ഇൻ ടു സ്മോൾ പാർട്സ്.
അപ്പോ റിഡക്ഷനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘൂകരണവാദം. ഇതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോ മാറ്റർ പ്രൈമറി റിലേറ്റഡ് അനലിറ്റിക്കൽ റിഡക്ഷനിസ്റ്റിക് മെത്തേഡ് ആണ്. മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻഫറൻസ് ഈസ് ഇൻവോൾവ്ഡ്. അപ്പോ എന്താ പറയാ, പെർസെപ്ഷൻ and deductive inference is the only source of knowledge. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പെർസെപ്ഷൻ, അതായത് അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെൻസ് എക്സ്പീരിയൻസ് ആൻഡ് it assumes that sense experience and experiment is the only source of knowledge. അപ്പോ എക്സ്പെർട്ട് ടെസ്റ്റിമണി അഥവാ എന്താ പറയാ, ഇപ്പൊ നമ്മള് വിദഗ്ധരെയൊക്കെ വിളിച്ച് അഭിപ്രായം ആരായാറുണ്ട്, ഇപ്പൊ പാർലമെന്റും കമ്മിറ്റികളും എല്ലാം. പക്ഷെ അത് സയൻസ് തലത്തിൽ അതൊരു പ്രമാണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോളജ് സോഴ്സ് ആയിട്ട് വെസ്റ്റേൺ അല്ലെങ്കിൽ മോഡേൺ സയൻസ് അംഗീകരിക്കുന്നില്ല. അത് ഒരു എന്താ പറയാ, ഈ എന്താ പറയാ, എഞ്ചിനീയറിംഗ് തലത്തില് ഓക്കെ അത് സ്വീകാര്യമാണ്. അപ്പോ പെർസെപ്ഷൻ ആൻഡ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഇസ് ദി ഓൺലി സോഴ്സ് ഓഫ് നോളജ്. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ തന്നെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് സയൻസ് എന്നാണ് ഇതിനെ പാശ്ചാത്യർ പൊതുവെ വിളിക്കുന്നത്. പക്ഷേ ഇതൊരു നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ് സയൻസ് മെറ്റീരിയലിസ്റ്റിക് വസ്തുനിഷ്ഠ ജ്ഞാനം എന്നുള്ളത് ഒരു മിത്താണ്. അതായത് ക്വാണ്ടം ലെവലില് വസ്തുനിഷ്ഠ ജ്ഞാനം എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുക എന്ന് മാത്രമല്ല, ഹ്യൂമൻ സ്പീഷീസ് ലെവലിലും ആത്മനിഷ്ഠ ജ്ഞാനം അഥവാ സബ്ജക്റ്റീവ് നോളജ് ആണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഒരു പരമ സത്യം. അതായത് ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡ് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. വാട്ട് എവർ മോഡേൺ സയൻസ് says with certainty, it is sure that it will work mostly. അതായത് ഫിസിക്സ് കെമിസ്ട്രി ഈ രണ്ട് സബ്ജക്റ്റിന്റെ കേസിൽ അതായത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇറ്റ് വിൽ വർക്ക് ആസ് പെർ ദ ലോ. ഈവൻ ബയോളജി ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ ആൻഡ് സോഷ്യൽ സയൻസസ് ഒക്കെ ഇതൊരു ഇപ്പൊ എന്താ പറയാ, ഒരു ന്യൂട്ടോണിയൻ വേൾഡ് വ്യൂ ആണ് ഇപ്പോഴും സയൻസിനുള്ളത്. അപ്പോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിന് ശാസ്ത്രത്തിന്റെ അനുവാദമൊന്നും വേണ്ട. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ഒരു കോമൺ ഗ്രൗണ്ട് ആണ്. അതായത് ഒരു മിനിമം സയൻസ് ഹാസ് ഗോട്ട് കോമൺ മിനിമം ഗ്യാരണ്ടി in the matters regarding truth, if there is a scientific theory, maybe especially physics and chemistry. See that actually oru problem undu physics il thanne you have got relativity, okay, which works at the cosmological level, and we have got physics ഒക്കെ which work at the human species level or a species level reality. അതേമാതിരി തന്നെ ഫിസിക്സ് അറ്റ് ദി ക്വാണ്ടം ലെവൽ ആസ് വെൽ. അപ്പൊ ഇതിനെ മൂന്ന് ലോസ് ആണ് ഇപ്പൊ കറന്റ്ലി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോ പീപ്പിൾ ആർ ആക്ച്വലി സെർച്ചിങ് ഫോർ എ യൂണിഫൈഡ് തിയറി. വട്ട് എവർ യു സേ, മോഡേൺ സയൻസ് assumes that okay, there is potential for objective knowledge, truth, experimentation and observation is primary mode of investigation,
it should be repeatable and potentially falsifiable. And okay, so there is actually something called mathematical verification as well. So they conduct experiments to collect data, and then they actually analyze the data to find out the analytical relationship between variables involved in any phenomenon. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരള യുക്തിവാദം, അതായത് സോ കാൾഡ് റാഷണലിസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി atheists of Kerala are in fact empiricists. They are not rationalists. Empiricists. Okay, so they are not rationalists. They have what? Okay. They do some kind of an inference, but the primary source of truth is actually everything has to be proven through experiments. Okay, so such a thing exists. Since okay, science cannot answer everything what is happening around, and there is always gap, and there will always remain some kind of a gap between what science can analyze or okay can predict and what is out there. അപ്പോ അങ്ങനെ വരുമ്പോ ഇപ്പോ എന്താ പറയാ സയൻസിന് എല്ലാ ആൻസറും ഉണ്ടെന്നുള്ള, അതായത് സയന്റിസം ഇസ് എ സ്കൂൾ ഓഫ് തോട്ട്. Which believes that science has got answers to all the problems. Okay, so it's a very debatable question. So there are a lot of inexplicable things in this world, and even in the materialistic science, okay, so there are a lot of anomalies here and there, and then okay, even science is also some kind of a provisional truth. ഒരു താൽക്കാലിക truth, and there is variation in physical laws. Even within the universe. Okay, Rupert Sheldrake. Okay, Rupert Sheldrake has written a book titled Science Delusion. അതെല്ലാവരും വായിച്ചു നോക്കേണ്ട ഒരു ബുക്കാണ്. അപ്പൊ സയൻസിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സയൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മെത്തഡോളജി ഓർ ചിന്താ പദ്ധതി അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ട്. അപ്പോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സയന്റിഫിക് മെത്തഡോളജിയിൽ ഒതുങ്ങുന്ന ഫിനോമിന മാത്രമേ സയന്റിസ്റ്റുകൾ ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതിനെ പാരാനോർമൽ, സ്യൂഡോ സയൻസ് എന്നൊക്കെ പറഞ്ഞതിനെ ക്ലാസിഫൈ ആണ്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് വേ ടു അപ്രോച്ച് ലൈഫ്. അതായത് ഇപ്പൊ ശാസ്ത്രത്തിന് അടിസ്ഥാനമായ ലൈഫ് ഒരു ബോറിംഗ്, ഒരു മെക്കാനിസ്റ്റിക്, ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ലൈഫ് നയിക്കുന്നത് ഞാൻ പൊതുവേ കണ്ടിട്ടില്ല. ഏത്തീസ്റ്റിന്റെ നേതാക്കൾ, അതായത് ഇപ്പൊ രവിചന്ദ്രനാവട്ടെ, വൈശാഖൻ തമ്പി ആവട്ടെ, അങ്ങനെയുള്ളവരൊക്കെ ഓക്കെ ദേ ആർ ആക്ച്വലി ലീഡിങ് എ ഗുഡ് ലൈഫ്. They are publishing books and they are having okay some kind of a goal. ഇപ്പൊ ജബ്ബാർ മാഷ് ആണെങ്കിലും അങ്ങനെ കേരളത്തില് എന്താ പറയാ ഹോണറബിൾ ലൈഫ് നയിക്കുന്ന കുറെ യുക്തിവാദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഫോളോവേഴ്സിന്റെ കേസിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. ദേ ആർ ജസ്റ്റ് ക്യാമ്പ് ഫോളോവേഴ്സ്. അതായത് ഒരാളെ യുക്തിവാദിയെ വേണമെങ്കിൽ അവന്റെ സ്വതന്ത്ര ചിന്ത അവിടെ അവസാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഹീസ് വെയറിംഗ് എറ്റർണൽ ലെൻസ്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏത്തീസ്റ്റോ ആയിക്കോട്ടെ, തേഴ്സോ ആയിക്കോട്ടെ, അഗ്നോസ്റ്റിസിസോ ആയിക്കോട്ടെ, എല്ലാം ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് കാണുന്നതാണ് യുക്തി. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് മെത്തേഡില് സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ളതല്ല ഈ ചിന്താഗതി. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ചിന്താഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
there is always extrasensory knowledge out there. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്. അതായത് ഇപ്പോ സൗണ്ട് ആണെന്ന് വെച്ചോ, ഒരു സ്പെക്ട്രം, അതായത് എന്താ പറയാ 20 ഹെർട്സ് ടു 20,000 കിലോ ഹെർട്സ് നമുക്ക് ശ്രവിക്കാൻ പറ്റൂ. മീൻസ് ബാറ്റ്സിന് മച്ച് സെൻസിറ്റീവ് സൗണ്ട്സ് ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. അവർക്ക് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സും പല ആനിമൽസിനൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഡോഗ്സിനൊക്കെ വേറെ സെൻസ് ഉണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോ ഒരു എന്താ പറയാ, our senses are survival devices. അത് ഒരു എന്താ പറയാ, അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു മാർഗം മാത്രമാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസസ് ആർ ബൗണ്ടഡ്. അതായത് ഒരു പരിധിക്കുള്ളിലാണ് അതിരിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്ത് എപ്പോഴും ഞാനുണ്ട്. അപ്പൊ എപ്പോഴും ഒരു എന്താ പറയാ, എക്സ്ട്രാ സെൻസറി, സെൻസിനെ പെർസീവ് ചെയ്യാൻ പറ്റാത്ത, ഈവൺ ഇഫ് വിത്ത് എക്സ്പെരിമെന്റ്സ്, ഈവൻ വിത്ത് sophisticated devices, there is gap in precision measurement. അതായത് precision കുറവ് മൂലം ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്, എപ്പോഴും എക്സ്ട്രാ സെൻസറി നോളജ് ഉണ്ട്. ഇതാണ് ആക്സിയോം നമ്പർ 1. അപ്പൊ രണ്ടാമത്തെ ആക്സിയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, there is nothing called objective knowledge. അതായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വസ്തുനിഷ്ഠ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഓക്കെ, യു ഹാവ് ഗോട്ട് സം കൈൻഡ് ഓഫ് എ ക്വാസി ഒബ്ജക്റ്റീവ് നോളജ് അവൈലബിൾ. ഓക്കെ, അതായത് ഇപ്പൊ എന്താ പറയാ, ഒബ്സർവറും ഒബ്സർവഡും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അതായത് ഇൻ എ പ്ലൂറലിസ്റ്റിക് ഫിനോമിനൽ വേൾഡ് ഓർ ദി ട്രാൻസാക്ഷണൽ വേൾഡ്. പക്ഷേ നമുക്ക് ഈ എന്താ പറയാ, ഹ്യൂമൻ തലത്തില് ഒബ്ജക്റ്റീവ് നോളജ് ഇല്ല. ഈവൻ പെർസെപ്ഷൻ ഈസ് ആൾസോ സം കൈൻഡ് ഓഫ് എ ഇൻഫറൻസ്. അതായത് ഒരു പ്യുവർ പെർഫെക്റ്റ് പെർസെപ്ഷൻ ഇല്ല. അതായത് നമ്മൾ സെൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഫിൽട്ടേഴ്സ് ഉണ്ട്. അതായത് കോഗ്നിറ്റീവ് ഫിൽട്ടേഴ്സ് ഉണ്ട്. അതിലൂടെ, കാരണം അതേമാതിരി നമുക്ക് എല്ലാ ഡാറ്റയൊന്നും നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ ഏരിയാസ് വെയർ വി ഹാവ് ഗോട്ട് സം കൈൻഡ് ഓഫ് ഫോക്കസ്, ഓക്കെ, സോ യു വിൽ ട്രൈ ടു സീ ദ റിയാലിറ്റി ത്രൂ ദാറ്റ് ലെൻസ്. അപ്പൊ ഒരു തരം ഇൻഫറൻസ് ആണ്. അപ്പോ വസ്തുനിഷ്ഠ ജ്ഞാനമില്ല. അതായത് നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ നോളജ്, അല്ലെങ്കിൽ നിങ്ങൾ സിമിലർ ആയിട്ടുള്ള ഒരു ഫിനോമിന ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളെ അഫക്ട് ചെയ്യും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പെർസെപ്ഷൻ തന്നെ സം കൈൻഡ് ഓഫ് ആൻ ഇൻഫറൻസ് ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹ്യൂമൻ ബീയിങ്സ് ആർ somewhat goal oriented. That colors their vision. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ആക്സിയം നമ്പർ 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സ്ട്രാ സെൻസറി നോളജ് ഉണ്ട്, അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടെന്നും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു മിത്താണെന്നും, അല്ലെങ്കിൽ വസ്തുനിഷ്ഠ ജ്ഞാനം ഒരു മിത്താണെന്നും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൺസിഡറിങ് subjective knowledge is a
much better hypothesis when it comes to human beings. അപ്പോൾ നമ്മൾ മെക്കാനിസ്റ്റിക് തിങ്സ് എടുക്കുമ്പോൾ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് സയൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു ഹ്യൂമൻ സ്പീഷ്യസ് ലെവലിൽ വരുമ്പോൾ ഈ എക്സ്ട്രാ സെൻസറി നോളജും അതേമാതിരി തന്നെ വസ്തുനിഷ്ഠ ജ്ഞാനം ഇല്ല എന്നുള്ളത് കൊണ്ട് സബ്ജക്റ്റീവ് നോളജേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അവരുടേതായ പെർസെപ്ഷൻ ഓഫ് ബിക്കോസ് ഓഫ് ദീസ് ടു ആക്സിയോംസ് everybody perceives reality in their own unique ways. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം ഒരു കോമൺ ഗ്രൗണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ സോ അങ്ങനെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ there are 4 levels of analysis possible in the case of human beings. So factual analysis or fact truth, അതായത് ഇപ്പൊ ഇന്ത്യയുടെ കറണ്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആണെന്നും അതേമാതിരി തന്നെ അതായത് ഞാൻ ഇത് 18/7/2020 അതേമാതിരി തന്നെ ട്രിവാൻഡ്രം കേരളത്തിന്റെ ക്യാപിറ്റൽ ആണെന്നും ഈ ദിവസമാണ് മദ്രാസ് ചെന്നൈ ആയതും ഇങ്ങനത്തെ കുറെ ഫാക്ച്വൽ ട്രൂത്ത് ഉണ്ട്. അതായത് ഇപ്പോ കല്ല് 2 ബോഡി 2 വെയിറ്റ് ഉള്ള ബോഡി ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എയർ റെസിസ്റ്റൻസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഒരേ സമയത്ത് വീഴും. ഇങ്ങനത്തെ ഇതിനെയാണ് ഫാക്ച്വൽ അനാലിസിസ് എന്ന് പറയുന്നത്, അഥവാ ഫാക്ച്വൽ ട്രൂത്ത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോജിക്കൽ ട്രൂത്ത് എന്നാണ്. അതായത് ഇൻഫറൻസ്. അപ്പൊ ഇൻഫറൻസ് വഴി നമുക്ക് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഇതാണ് രണ്ടാമത്തെ ലെവൽ ഓഫ് അനാലിസിസ്. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ പറയാ, ഡിഡക്റ്റീവ് ഇൻഫറൻസ് മോഡേൺ സയൻസ് അംഗീകരിക്കുന്നുണ്ട്, ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ആൻഡ് അബ്ഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്. അത് കോഗ്നിറ്റീവ് ടൂൾസ് ഫോർ വേദാന്ത ഫിലോസഫി എന്ന് പറയുന്ന വീഡിയോ സീരീസ് കാണാം, അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ നെക്സ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോജിക്കൽ ട്രൂത്ത് ആണ്. ഡയലോജിക്കൽ ട്രൂത്ത് അതായത് സംവാദം ബിറ്റ്വീൻ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ lot of subjective aspects can be uncovered by this method, and fourth is dialectical truth. So we need to engage in some kind of a debate or tark. So basically axiom 1 tells that okay, there is nothing called extrasensory, there is always extrasensory knowledge, and there is nothing called objective knowledge. അപ്പൊ ഈ 2 പ്രമാണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ട്രൂത്ത് സബ്ജക്റ്റീവ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോ എവരിബഡി ഇൻ ദെയർ ഓൺ യുണീക് വേസ്. അപ്പൊ 4 levels of analysis possible in the case of human beings. Factual analysis or fact truth, അതായത് ഇപ്പോ സയന്റിഫിക് ട്രൂത്ത് കുറെ സെൽഫ് എവിഡന്റ് ആക്സിയോംസ് ഒക്കെ ഫാക്ച്വൽ അനാലിസിസ് വരും. ലോജിക്കൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ഡയലോജിക്കൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാദം ബിറ്റ്വീൻ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ലോട്ട് ഓഫ് സബ്ജക്റ്റീവ് ആസ്പെക്ട് ക്യാൻ ബി അൺഡർസ്റ്റുഡ് ബൈ ദിസ് മെത്തേഡ്. പിന്നെ നമുക്ക് ഡയലക്റ്റിക്കൽ ട്രൂത്ത് ആണ് അറിയാം. ഈവൻ ആഫ്റ്റർ ദാറ്റ് ഓക്കെ, സോ ബൈ ദിസ് ടൈം most premises which survived
up to this stage പല സെന്റൻസസും അല്ലെങ്കിൽ പല അസർഷൻസും ഇത്രയും സർവൈവ് ചെയ്താൽ ഫാക്ച്വൽ അനാലിസിസും ലോജിക്കൽ അനാലിസിസും ഡയലോജിക്കൽ ട്രൂത്തും ഡയലക്ടിക്കൽ ട്രൂത്തിലും കൺസെൻസസ് ഉണ്ടെങ്കിൽ എന്താ പറയാ by this time most premises which survived up to this stage is almost statistically might be true. ഇനിയിപ്പോ ഫൈനൽ അനാലിസിസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ടൂൾ ടു അപ്ലൈ ഈസ് നേതി അതല്ല നോട്ട് ദിസ് അക്ക വയ നെഗറ്റീവാണ്. അതായത് proof by contradiction and proof by counter example ഇത് രണ്ടും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് അക്ക വയ നെഗറ്റീവ്. അപ്പോ പ്രൂഫ് ബൈ counter example or proof by contradiction. If some assertions reach this stage, we can be sure about epistemological validity of the assertion. അതായത് അപ്പൊ നമ്മള് തുടങ്ങേണ്ടത് എവിടെ ഫാക്ച്വൽ അനാലിസിസ് നടത്താം, പിന്നെ നമുക്ക് തന്നെ ഇൻഫറൻസ് നടത്താം. ഇതിപ്പോ എന്താ പറയുക, ഒരാൾക്ക് തന്നെ ചെയ്യാം, റിസർച്ച് നടത്താം, ആൾക്കാരോട് ചോദിക്കാം. അങ്ങനെ വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പല ആൾക്കാരായിട്ട് സംവാദം നടത്താം, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, കൊളീഗ്സ് ആയിട്ട് ചർച്ച ചെയ്യാം, ഫ്രണ്ട്സ് ആയിട്ട് ചർച്ച ചെയ്യാം, എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ അതേമാതിരി തന്നെ നമ്മുടെ വീക്ഷണമായിട്ട് അംഗീകരിക്കപ്പെടാനായിട്ട് അതിനെ തർക്കത്തിൽ ഏർപ്പെടുക. അങ്ങനെ ഈ 4 മെത്തേഡിലൂടെ നിങ്ങളുടെ ഫാക്ട്സിനെ കടത്തിവിട്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫാക്ട്സ്. പിന്നെ ടു മേക്ക് ഇറ്റ് ഡബിളി ഷുവർ ഇതിനെ എന്താ വയ നെഗറ്റീവ് നോട്ട് ദിസ് അതായത് ഒരു നിരാകരണ പ്രക്രിയയിലേക്ക് വേണ്ടി നമ്മൾ നോക്കണം. അതിനുവേണ്ടി പ്രൂഫ് കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ നോക്കണം, കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പൊ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർട്ടൺ ആയിരിക്കും മിക്ക കാര്യങ്ങളും ഇത് എന്താ പറയാ ട്രൂത്ത് അസർട്ടൻ ചെയ്യണം. അപ്പൊ നമുക്ക് അപ്പോ അങ്ങനെ വരുമ്പോ എന്താ പറയാ ഇതൊരു മെത്തേഡാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ഉണ്ട്. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവരിബഡി ഈസ് ആക്ച്വലി ഒബ്സസ്ഡ് വിത്ത് സയന്റിഫിക് നോളജ്. പക്ഷെ സയന്റിഫിക് നോളജിന് ഹ്യൂമൻ സ്പീഷീസ് ലെവലിൽ പല പരിമിതികളുണ്ട്. അതായത് ഒബ്സഷൻ വിത്ത് ഒബ്ജക്റ്റീവ് നോളജ് ഒരു എന്താ പറയാ ഇറ്റ്സ് നോട്ട് എന്താ പറയാ ഒരു കറക്റ്റ് വേ ടു അപ്രോച്ച്. ബിക്കോസ് നമുക്ക് ശാസ്ത്രത്തിന്റെ അനുവാദമൊന്നും വേണ്ട പല കാര്യങ്ങളും ചിന്തിക്കാനും തീരുമാനിക്കാനും. അപ്പോ മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡിനും അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. അപ്പോ എന്താ പറയാ സയന്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സയൻസ് ആണ് എല്ലാത്തിനും ആധാരം. അപ്പോ ഇവിടുത്തെ പല യുക്തിവാദികളും അതങ്ങനെ പുഷ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വസ്തുനിഷ്ഠ ജ്ഞാനം എന്ന് പറഞ്ഞത് ഒരു മിഥ്യയാണെന്നും അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ പ്രസക്തി എപ്പോഴും ഉണ്ടെന്നും അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് 4 രീതിയിലുള്ള അനാലിസിസ് നടത്തണം. ഫാക്ച്വൽ അനാലിസിസ് നടത്തണം, ലോജിക്കൽ ട്രൂത്ത്, അതായത് ഫാക്റ്റിൽ നിന്ന് പുതിയ ഫാക്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം, പിന്നെ ആൾക്കാരായിട്ട് സംവാദം നടത്തി അരക്കെട്ട് ഉറപ്പിക്കാൻ പറ്റണം. ഇപ്പൊ ഡിബേറ്റ് നടത്തുന്ന ആളെ കിട്ടുകയാണെങ്കിൽ അവർക്കെതിരെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയില് നേതി ടെക്നിക്കും കൂടി ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് മെഷീൻ ലേണിങ്ങിനെ ഞാൻ നിരാകരിക്കാൻ ശ്രമിച്ചതും. പലപ്പോഴും ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിംവർക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് if somebody is able to narrate something about a technology because of this method, I am
ഓൾവേസ് ബീൻ ഏബിൾ ടു എന്താ പറയാ ഫിഗർ ഔട്ട് ഒക്കെ എങ്ങനെയാണ് എന്തായിരിക്കും ആ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ. ചിലപ്പോൾ ഞാൻ എന്റെ മെറ്റീരിയൽ കൺസൾട്ട് ചെയ്യണമെന്ന് പോലുമില്ല. അപ്പോ ഈ വീഡിയോന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രത്തിന്റെ പരിധിക്കുള്ളിൽ ഇരുന്ന ഒരു ചിന്ത മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ ബ്രോഡർ ലെവലിൽ കാര്യങ്ങൾ കാണാനുള്ള എന്താ പറയാ ടൂൾ കിറ്റ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. 2 ആക്സിയംസ് ആണ്. അതീന്ദ്രിയജ്ഞാനത്തിന്റെ പ്രസക്തിയും വസ്തുനിഷ്ഠ ആത്മനിഷ്ഠ ജ്ഞാനമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു പശ്ചാത്തലത്തില് നമുക്ക് ഫാക്ച്വൽ അനാലിസിസും വെസ്റ്റേൺ സയൻസ് ഫാക്ച്വൽ അനാലിസിസിലും ലോജിക്കൽ ട്രൂത്ത്, അതായത് ഡിഡക്റ്റീവ് ഇൻഫറൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സംവാദവും തർക്കവും കൂടി അതിന്റെ ഉള്ളിൽ കൂട്ടിയാലാണ് ഒരു മനുഷ്യതലത്തിൽ ഒരു സമഗ്ര തലത്തിൽ നമുക്ക് അതിനെ വീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ട്രൂത്ത് എത്ര കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ആർഗ്യുമെന്റിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയേക്കുന്ന അസർഷൻസിനെ കൗണ്ടർ എക്സാമ്പിള് ശക്തമായി തേടുകയും അതേമാതിരി കോൺട്രഡിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോ ഇങ്ങനെയാണ്, അതായത് പെർസെപ്ഷനിൽ നിന്ന് ഇൻഫറൻസും ഡയലോഗും ഡയലക്ടിക്സും നടത്തി നേതിനേതി നടത്തിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്തത്തോടെ അസേർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ അതിന്റെ ഒരു അതിന്റെ ഒരു ടെക്നിക്ക്. ഓക്കെ, അപ്പോ വരും വീഡിയോകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതൽ അറിയുന്നതായിരിക്കും. എനിക്കിത് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടരാജ ഗുരു, അതായത് ഡോക്ടർ പൽപുവിന്റെ മകനും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജ ഗുരുവിന്റെ സെർച്ച് ഫോർ നോം എന്നുള്ള നോം ഇൻ വെസ്റ്റേൺ തോട്ട് എന്നുള്ള പുസ്തകത്തിലാണ് ഫാക്ട് ട്രൂത്ത്, ലോജിക്കൽ ട്രൂത്ത്, ഡയലക്ട്രിക്കൽ ട്രൂത്ത് എന്ന് ഞാൻ കണ്ടത്. രാജീവ് മൽഹോത്രയുടെ ബീയിങ് ഡിഫറന്റിന്റെ IIT മദ്രാസിലുള്ള പ്രകാശനത്തിൽ ശ്രീകുമാർ നെല്ലിക്കപ്പള്ളി എന്നുള്ള പ്രൊഫസർ ആണ് ഡയലോജിക്കൽ ട്രൂത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ നേതി എന്തായാലും എന്താ പറയാ സംസ്കൃതം പഠിക്കുന്ന ആർക്കും അറിയാം, അതായത് ബ്രഹ്മനിരൂപണമൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ക്രിസ്ത്യൻ തിയോളജിയിലും ബയാ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ പ്രമാണങ്ങൾ റിലാക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാക്ച്വൽ ബേസിസ് കുറച്ചുകൂടി ബ്രോഡൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ മുന്നോട്ട് വയ്ക്കുന്ന ചിന്താഗതി, കാരണം ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമല്ല. കാരണം ഇത്രയും ലോജിക്കൽ റിഗർ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും. പക്ഷെ പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിവേകാനന്ദ സ്വാമികളും ടെസ്ലയും തമ്മിൽ സംസാരിച്ചു അബൌട്ട് റിലേറ്റിവിറ്റി. അപ്പോ അതിൽ നിന്ന് ഉള്ള ആശയം ഐൻസ്റ്റൈന്റെ മുൻ ഭാര്യയ്ക്ക് കിട്ടിയിട്ടാണ് ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത്, ഒരു ഹൈപ്പോത്തസിസ് ഒരാൾ പറഞ്ഞു, അത് ഞാൻ കേട്ടതാ. അപ്പൊ അത് വെരിഫൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ, അതായത് ഇപ്പൊ എന്താ പറയാ ഫാക്ച്വൽ അനാലിസിസ് നടത്തുന്നു. ആദ്യം തന്നെ ഐൻസ്റ്റൈനും വിവേകാനന്ദ സ്വാമിയുടെ ടെസ്ലയും കണ്ടുമുട്ടിയോ? അത് കണ്ടുമുട്ടിയതിനൊക്കെ ചരിത്രരേഖകളുണ്ട്. ടെസ്ല ഏത് നാട്ടുകാരനാണ്? സെർബിയക്കാരനാണ്. ഓക്കെ, ഐൻസ്റ്റൈന്റെ എക്സ് വൈഫ്, അതായത് ഈ റിലേറ്റിവിറ്റി എഴുതിയപ്പോഴുള്ള വൈഫ്, അവരും സെർബിയക്കാരാണ്. അവർ തമ്മിൽ പരിചയമുണ്ടെന്നുള്ളത് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോ ഈ ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ കുറിച്ച് പേപ്പർ എഴുതിയപ്പോൾ ഈവ എന്ന് കണ്ടായിരുന്നു അവരുടെ പേര്, അവരും അതിന്റെ പങ്കാളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ക്രമീകരിക്കുന്നതിനിടയിലാണ് അവരുടെ പേര് ഡ്രോപ്പ് ചെയ്യപ്പെട്ടത്. അപ്പോ വിവേകാനന്ദൻ റിലേറ്റിവിറ്റി മാതിരിയുള്ള കാര്യത്തെക്കുറിച്ച് എന്തായാലും ടെസ്ലയോട് സംസാരിച്ച രേഖകളുണ്ട്. അവിടെ നിന്ന് ഇത് ഇങ്ങനെ വന്നു. അപ്പൊ എന്നാലും നമുക്ക് ഉറപ്പില്ല. പക്ഷെ എങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സാധുതാപരമായ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഈ ഫാക്ച്വൽ അനാലിസിസും ലോജിക്കൽ ട്രൂത്തും ഡയലോജിക്കൽ ട്രൂത്തും നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഫാക്ട്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൗണ്ടർ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ നോക്കാം, എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. എന്നിട്ട് ഓക്കെ, വിവേകാനന്ദ സ്വാമികള് റിലേറ്റിവിറ്റിയെ കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അസേർട്ട് ചെയ്യുന്നതിന് തെറ്റുന്നില്ല. പക്ഷെ എന്താ പറയാ കൗണ്ടർ എക്സാമ്പിൾ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ക്ലോസ്ഡ് റൂമിന്റെ ഉള്ളിൽ എന്ത് നടന്നു നമുക്കറിയില്ല. അപ്പോ പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അതായത് അതേമാതിരി തന്നെ കേരളത്തിലെ കാൽക്കുലസിന്റെ ഉത്ഭവം കേരളത്തിലാണെന്നാണ് പൊതുവെ ആധുനിക ഇപ്പോ കരുതപ്പെടുന്നത്. അപ്പോ ഇവിടെ നിന്ന് ജേസൂട്ട് മിഷണറിമാർ ഈ ഐഡിയ യൂറോപ്പിൽ എത്തിച്ചതിന്റെ പരിണിത ഫലമാണോ മറ്റേ ന്യൂട്ടണും ലെബനിറ്റ്സും കാൽക്കുലസ് കണ്ടുപിടിച്ചത്? ഓക്കെ, അത് നമുക്ക് അതിനൊരു സാധുത പല സ്ഥലത്തുണ്ടെങ്കിലും പക്ഷെ അതിനൊരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല. കാരണം അത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. കാരണം ഞാൻ ഫാക്ട്സ് മുഴുവൻ ഞാൻ ഇങ്ങനെ എലാബറേറ്റ് ചെയ്തു. അതായത് പുസ്തകങ്ങളുണ്ട്, ആൾക്കാരായിട്ട് സംസാരിച്ചു, ചരിത്രരേഖകളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജഡ്ജിന്റെ ലെവലിൽ, അതായത് ഒരു കൺക്ലൂസീവ് എവിഡൻസ് നമുക്ക് അതിനെ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒക്കെ അവർ ഫോർ ഫാദേഴ്സ് കുഡ് ഓൾസോ ഡു ഹയസ്റ്റ് ലെവൽ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പോ ഇങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ്, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ട്രൂത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ലെവൽ ട്രൂത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഫ്രെയിംവർക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ എനിക്കിപ്പോ എൻ്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ പല കാര്യങ്ങളെ കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യുന്ന ആളാണ്. CIA വിവാദത്തിന്റെ കേസിലാണെങ്കിലും മറ്റേ സ്പ്രിംഗ്ലർ വിവാദം, പല പൊളിറ്റിക്കൽ ഡിബേറ്റ്സിലും അദ്ദേഹം നന്നായി ആർഗ്യൂ ചെയ്യുന്നത് കാണാം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഫാക്ച്വൽ അനാലിസിസ്, ലോജിക്കൽ ഡയലോജിക്കൽ ട്രൂത്തും ഡയറക്ടിക്കൽ ട്രൂത്തും നടത്തി കുറെ ആശയങ്ങൾ ഇലാബറേറ്റ് ചെയ്തിട്ട് പിന്നെ ലോജിക് അപ്ലൈ ചെയ്ത് നേതിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതെല്ലാം സർവൈവ് ചെയ്ത ഫാക്ട്സ് മാത്രമായിരിക്കും അദ്ദേഹം നിരത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിരാകരിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് നാളെ സോഫ്റ്റ്വെയർ സർവീസസ് ഇൻഡസ്ട്രിയിലോ സെയിൽസിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ കോമ്പാക്ട് സ്റ്റൈൽ ആർഗ്യുമെന്റിന്റെ ആവശ്യമുണ്ട്. ആ സമയത്ത് ഈ ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ ഞാൻ ഇപ്പൊ പേരിട്ടേക്കുന്നത് സ്ട്രാറ്റജി ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ്. അപ്പൊ ഇതിന് ഈ ഇങ്ങനെ ഒരു ഐഡിയക്ക് ഒരു സാധ്യത കാണുന്ന വേറൊരു വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് കാണാൻ ഇടയായി. അത് നീൽകണ്ഠ ഓക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഡോളജിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ വാച്ച് ഹിസ് വീഡിയോസ് ഇഫ് പോസിബിൾ വീഡിയോസ്. ഓക്കെ, ദർ ഇസ് സംതിങ് കോൾഡ് എ നോളജ് ഫ്രെയിംവർക്ക് ഓർ സംതിങ്. ഏകദേശം ഇപ്പൊ ഈ കാണുന്ന മാതിരിയുള്ള ഒരു പദ്ധതിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഇതിപ്പോ ശ്രീജിത്ത് പണിക്കർ മൈറ്റ് ബി using this technique or a variation of it. അപ്പോ ഇനിയിപ്പോ ശാസ്ത്രം, ഇതിലൊന്നും ശാസ്ത്രത്തെ നിരാകരിക്കാൻ പറയുന്നില്ല. ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, മെക്കാനിക്കൽ സിസ്റ്റംസ് പറയുമ്പോൾ ശാസ്ത്രത്തിന് നല്ല സാധ്യതയുണ്ട്, റിലൈ ഓൺ ഇറ്റ്. ബട്ട് മനുഷ്യർക്ക് പല കാര്യങ്ങൾ ചെയ്യാനും ശാസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഐ ഹോപ്പ് ദിസ് ഈസ് വെരി യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.